ഇല്ല ഇല്ല ഇല്ല, നമ്മള് എവിടെ പോകുന്നത്? നമ്മള് ഇൻഫിനിറ്റി ബ്രിഡ്ജില്. നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജില് പോവാണ് ഗൈസ്. എനിക്ക് ചെയ്തായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. പക്ഷെ ഇവളൊരു വ്ളോഗറാണ് എന്നാണ് ഇവള് ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ വ്ളോഗും പോയിട്ട് ഒരു വീഡിയോ, ഒരു ഫോട്ടോ പോലും എടുക്കുന്നത് നമ്മൾ കാണാറില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ദുബായ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന നിറയെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. തൊട്ട് മുന്നത്തെ ക്ലിപ്പിൽ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും എന്താ പറയുക, വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇട്ടില്ല. കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇതിൽ തന്നെ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ദുബായിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് ചുമ്മാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിപ്പോഴത്തെ വീഡിയോസും ക്ലിപ്സും ഒക്കെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാക്കി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മൾ പോയ വഴിക്ക് കണ്ട 2 സുന്ദരക്കുട്ടന്മാരാണ്. അപ്പോൾ നമ്മൾ കണ്ടപ്പം അവരുടെ ഓണറിൻ്റെ അടുത്ത് വീഡിയോസ് എടുത്തോട്ടെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്കാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. കുറച്ച് നമ്മൾ ഗോൾഡ് സൂക്കിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് പോകാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്കുള്ള ലിഫ്റ്റിലെത്തിക്കാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലിഫ്റ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അപ്പം ഇതിനു മുന്നേ ഞാൻ വന്ന ആ ഒരു സമയത്ത് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വന്നതിൻ്റെ ശോകാവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് അത് എൻജോയ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഇതാണ് നമുക്ക് ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമാണ്. ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ബുർജ് ഖലീഫയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കുറേ നേരം അത് എൻജോയ് ചെയ്ത് അവിടെ എങ്ങനെയും നിന്നു. ദുബായിൽ തന്നെ ദൈറ, ദുബായ് ഈ 2 സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായ് ക്രീക്കിന് മുകളിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു പാലമാണ് ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ അതിൻ്റെ മുകളിലുള്ള ആർച്ചിൻ്റെ ഷേപ്പിൽ അത് ഇൻഫിനിറ്റി പോലെ ഇരിക്കുന്നുണ്ടാണ് അതിന് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നത്. അപ്പം അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പം ക്രീക്കിലൂടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ബോട്ട് പോകുന്നതും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് രാത്രിയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്. ദുബായിയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ ഒരു ആരംഭ സ്ഥാനമായിട്ടാണ് ദുബായ് ക്രീക്കിനെ കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള കനാലാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അറബിക്കടലിലെ വെള്ളം കരയിലേക്ക് കയറി ഉണ്ടായ ഒരു ഉപ്പുവെള്ള ജലപാതയാണ് ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലായി സംഭവിച്ചതാണെങ്കിലും പിന്നീട് ദുബായ് സർക്കാർ ഇതിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ക്രീക്കിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ കയറി ഇറങ്ങി. ഇനിയിപ്പം നമ്മള് അടുത്ത ക്ലാസ് വരെയാണ്. അതെ,
വെള്ളത്തിൻ്റെ അടിയിലൂടെ. ക്രീക്കിൻ്റെ അടിയിലൂടെയുള്ള അണ്ടർ വാട്ടർ ടണലിൽ കൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് അനഘ. ഇവള് ദുബായിൽ വന്നിട്ട് 1 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഇവള് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോരാൻ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടിൽ നിന്ന് വന്നത്. സ്റ്റേയും ഇവളുടെ കൂടെ തന്നെയായിരുന്നു. കൂടെ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അത് വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം, ഇവളെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടണലൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി. ഇത് അവിടെ ഉള്ളൊരു പാർക്കാണ്. അപ്പം നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും ഓഫായതും കൊണ്ടൊക്കെ ഒരുപാട് പേര് പിള്ളേരൊക്കെ ആയിട്ട് പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഗോൾസൂക്ക് ബസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് എന്ത് വാങ്ങിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടാർക്കും അധികം ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ കഴിച്ചിട്ടുള്ളത് കപ്പ ബിരിയാണിയാണ്. ഞങ്ങൾക്ക് രണ്ടാർക്കും അത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യവും നമ്മൾ തെറ്റിച്ചില്ല, കപ്പ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. കറക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്താനായി അടുത്തു ചത്തു. അപ്പോ ഇനി നമുക്ക് വലിയൊരു ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ ബൈ.